ശരി സാർ. ഓക്കെ ഓക്കെ സാർ. ഏയ് ഇല്ല 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 ഇല്ല, താങ്ക് യു സാർ. ഓ അങ്ങനെ ഒരു സീറ്റ് ഒപ്പിച്ചു. എടാ ടിൻഡോ. എന്താച്ചാ? എടാ ഇതിപ്പോ ഇക്കൊല്ലത്തെ 4ാമത്തെ സ്കൂളാ മാറുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എനിക്ക് നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കാനിട്ടല്ലേ. പഠിപ്പ് നിർത്തണ കാര്യല്ലേ അച്ഛൻ പറഞ്ഞത്? ഇവനെ കൊണ്ട് എടാ പഠിപ്പ് നിർത്തുന്ന കാര്യമല്ല, നിന്റെ ഈ മുടിഞ്ഞ വികൃതി നിർത്തുന്ന കാര്യമാ പറഞ്ഞത്. മോനെ, ഇനി നീ ഈ സ്കൂളിലെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് പോവണം. നല്ല കുട്ടിയാവാൻ എളുപ്പവഴി വല്ലതുണ്ടോ അച്ഛാ? എളുപ്പ വഴി ഒന്നുമില്ല. അച്ഛൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ നടന്നാ മതി. ഓക്കെ. നല്ല മിടുക്കനായിട്ട് വേണം സ്കൂളിൽ പോവാൻ. ഫസ്റ്റ് പോയിന്റ് ഓക്കെ. ഇനി അടുത്തത്? എല്ലാവരോടും നല്ലോണം പെരുമാറണം. അത് മാത്രം പറയരുത് അച്ഛാ. ആദ്യത്തെ സ്കൂളിൽ നിന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എന്നെ പുറത്താക്കിയത്. എന്ത്? നല്ലോണം പെരുമാറിയതിന് ആരേലും പുറത്താക്കൂടാ? ഞാൻ പറയാച്ചാ. അതായത് അടുത്തിരുന്ന ടോണിയുടെ ബുക്ക് നോക്കി ഞാനൊന്ന് എഴുതാൻ ശ്രമിച്ചു. അപ്പൊ അവൻ അത് കാണിച്ചു തന്നില്ല. അന്നേരം ഞാൻ അവനെ നല്ലോണം പെരുമാറി. അവൻ അങ്ങനെ 3 ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ല. എനിക്കപ്പ തന്നെ TC തന്ന് പറഞ്ഞു വിട്ടു. അച്ഛൻ അതൊഴിച്ച് വേറെ എന്ത് വേണേലും പറഞ്ഞോ? ഇവനെ കൊണ്ട് ഞാൻ അതല്ല മോനെ, ടീച്ചറുടെ അടുത്ത് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ടീച്ചറെ വീഴ്ത്തണം. ഈ അച്ഛൻ എന്നെ കുരുത്തക്കേട് പഠിപ്പിക്കാനായി ഇറങ്ങിയതാണോ? ഈ വർഷം ഞാൻ 2ാമതായി ചേർന്ന സ്കൂളിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ടീച്ചറെ ഒറ്റ നോട്ടത്തിൽ വീഴ്ത്താൻ നോക്കി. അപ്പോ ടീച്ചർ വീണില്ല. അപ്പൊ ഞാൻ ടീച്ചറെ തള്ളിയിട്ട്. അങ്ങനെ ടീച്ചറും വീണ്, താഴെ കൂടെ പോയ ഹെഡ് മാഷും വീണ്, എനിക്ക് ടീസിങ് കിട്ടി. വേണ്ട മോനെ, നീ ഒന്നും ചെയ്യണ്ട. ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ മതി. ഈ വർഷത്തെ 3ാമത്തെ സ്കൂളിൽ നിന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ പുറത്താക്കിയത്. അച്ഛനത് പറഞ്ഞോ? എന്ത്? കഴിഞ്ഞ സ്കൂളിലെ ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടുമായി ഒരു ചോദ്യം ചോദിച്ചു. ആർക്കും ഉത്തരം കിട്ടിയില്ല. ഞാൻ മാത്രം ശരി ഉത്തരം പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് TC തന്ന് അവിടുന്ന് പറഞ്ഞു വിട്ടു. ശരി ഉത്തരം പറഞ്ഞതിന് TC തരേ? ആട്ടെ, എന്തായിരുന്നു ചോദ്യം? ടീച്ചറുടെ മേശയുടെ അടിയിൽ മൂത്രം ഒഴിച്ചതാര് എന്നായിരുന്നു ചോദ്യം. സത്യമായിട്ടും അത് ഞാനായിരുന്നു. ഈ ശരിയുത്തരം പറഞ്ഞതും സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും ഒരുമിച്ചായിരുന്നു.